സ്വകാര്യ ബസ് പെർമിറ്റ് കേസിൽ സർക്കാരിന്റെയും കെഎസ്ആർടിസിയുടെയും അപ്പീൽ ഹൈക്കോടതി തള്ളി. നിയമാനുസൃത നടപടികൾ പാലിക്കാതെയാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. 32 റൂട്ടുകൾ ദേശസാൽക്കരിച്ച നടപടിയിലാണ് ഈ തിരിച്ചടി. ബിനിൽ തന്നെ വിവരങ്ങൾ നൽകും. ബിനിൽ, ഇനി എന്ത് പറഞ്ഞ ഇപ്പോൾ സർക്കാർ ഉത്തരവ് തന്നെ അത് നിയമാനുസൃതമല്ല, നിയമവിധേയമല്ല എന്ന് കോടതി പറയുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ, ഇപ്പോൾ നിയമപരമായി പോലും എങ്ങനെ മുന്നോട്ട് പോകാനാണ് സർക്കാർ കെഎസ്ആർടിസിയും ആലോചിക്കുന്നത്? ആര്യ, സർക്കാരിന് മുന്നിൽ ഇനിയൊരു മാർഗമേ ഉള്ളൂ, സുപ്രീം കോടതിയിലേക്ക് പോകുക. സുപ്രീം കോടതിയിൽ പോയാലും ഈ കേസിന്റെ ഫലം എന്തായിരിക്കും എന്നത് നമുക്കിപ്പോഴൊന്നും തന്നെ പറയാൻ കഴിയില്ല. സർക്കാരിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തന്നെയാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചിരിക്കുന്നത്. ഇതിൽ നിയമപരമായ ഒരു പോരായ്മ നേരത്തെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് ഈ സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത് എന്നതായിരുന്നു. കെഎസ്ആർടിസിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ 32 റൂട്ടുകൾ ദേശസാൽക്കരിക്കുകയും ആ ദേശസാൽക്കരിച്ച റൂട്ടുകളിൽ 140 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാതെ അത് നിജപ്പെടുത്തുകയും ചെയ്തത്. അതായത് ഈ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കുകയാണ് സർക്കാർ ഈ സ്കീമിലൂടെ ചെയ്തത്. ആ സ്കീമാണ് സ്വകാര്യ ബസ് ഉടമകൾ ചോദ്യം ചെയ്തത്. സിംഗിൾ ബെഞ്ച് ആ സ്കീം തെറ്റാണെന്ന് കണ്ടെത്തുകയും അത് റദ്ദാക്കുകയുമായിരുന്നു. അതിനെതിരെ സർക്കാരും കെഎസ്ആർടിസിയുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.